നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദിവസങ്ങളായി വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ. അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ജനീൻ നഗരത്തെ പൂർണ്ണമായും ഇസ്രായേൽ സേന ഉപരോധിച്ചു കഴിഞ്ഞു. ഇവിടേക്കുള്ള വെള്ളവും ഭക്ഷണവും വൈദ്യുതിയും തടഞ്ഞു. ഇന്റർനെറ്റും റദ്ദാക്കിയിട്ടുണ്ട്. ഇത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ അടക്കം ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്ന ആക്ഷേപവും ഉയരുകയാണ്. വെസ്റ്റ് ബാങ്കിലെ മറ്റു പ്രദേശങ്ങളിലും ആക്രമണം ശക്തമാണ്. ഗസയിലെ ജബാലിയയിലും ഖാൻ യൂനൂസിലും ഇസ്രായേൽ വ്യോമ ആക്രമണം ശക്തമാക്കി. അതേസമയം അമേരിക്കയുടെ സമ്മർദ്ദത്തിനിടയിലും വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നീക്കം. ടെൽ-അവീവിൽ ചേർന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റും നെതന്യാഹുവും തമ്മിൽ തുറന്ന ഏറ്റുമുട്ടൽ ഉണ്ടായി. ബന്ദിമോചനമാണ് പ്രധാനമെന്നും ഫിലാഡൽഫി കോറിഡോറിലെ സൈനിക സാന്നിധ്യത്തിന്റെ പേരിൽ ചർച്ച പരാജയപ്പെടുത്തരുതെന്നും മന്ത്രി യോവ് ഗാലറ്റ് ആവശ്യപ്പെട്ടു. അതിനിടെ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഗസയിൽ പോളിയോ തുള്ളിമരുന്ന് വിതരണം ഞായറാഴ്ച, അതായത് ഇന്ന് ആരംഭിക്കും. 2000-ഓളം ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നടപ്പാക്കുക. 10 വയസ്സിന് താഴെയുള്ള 6.40, അതായത് 6.5 ലക്ഷത്തോളം കുട്ടികളാണ് തുള്ളിമരുന്ന് നൽകുന്നത്. 330 ദിവസമായി ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിൽ ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40,691 ആയി. 94,060 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ 89 പേരാണ് കൊല്ലപ്പെട്ടത്. അൽ നുസറൈത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയിലെ മധ്യകിഴക്കൻ ഖാൻ യൂനൂസിലേക്ക് മിക്ക പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേലി സൈന്യം വെള്ളിയാഴ്ച പിന്മാറി. നിരവധി പേരെ കൊന്നൊടുക്കുകയും ഈ പ്രദേശങ്ങൾ പൂർണ്ണമായും നാമാവിശേഷമാക്കുകയുമാണ് സൈന്യം ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. കൃത്യമായി തന്നെ ഹമാസിന്റെ പിടിയിലുണ്ടായിരുന്ന ഭാഗത്തെ പൂർണ്ണമായും അവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയെന്നാണ് IDF വ്യക്തമാക്കുന്നത്. സൈന്യം പിന്മാറിയതോടുകൂടി നിരവധി മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഖാൻ യൂനൂസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സംഘർഷ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. 89 പേരുടെ മൃതശരീരമാണ് കഴിഞ്ഞ ദിവസം മാത്രമുണ്ടായ യുദ്ധത്തിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന അത് വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതായത് ബന്ദികളുടെ മോചനത്തെക്കാൾ പ്രാധാന്യം നൽകുന്നത് ഫിലാഡൽഫിയയുമായിട്ടുള്ള ഇടനാഴിയിലെ സൈനിക പിന്മാറ്റം അല്ല എന്നാണ് പറയുന്നത്. എന്തായാലും ബന്ദികളുടെ മോചനമാണ് ഏറ്റവും വലുതെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടിൽ വന്ന ഈ ഒരു മാറ്റം അത് വലിയ രീതിയിൽ തന്നെ ഇസ്രായേലിനകത്ത് ഒരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ടെന്ന വ്യക്തമാകുന്ന ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു കാര്യം, അതായത് ഇസ്രായേലിൽ എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാട് എങ്ങനെ അമേരിക്ക കാണുമെന്നത് കൂടി വ്യക്തമാകേണ്ടതുണ്ട്.